Hello and welcome to Kottayam Civil Services Academy. നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അല്ലെങ്കിൽ UAPA എന്ന ഒരു നിയമത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ സെഷൻ കഴിയുമ്പോൾ എന്താണ് UAPA, ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഈ റീസെന്റ് ഉണ്ടായ അല്ലെങ്കിൽ വളരെ അടുത്ത കാലത്ത് UAPAയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഒരു ജനജീവിതത്തെ ബാധിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള പല ആംഗിളുകളുള്ള അല്ലെങ്കിൽ പല ആസ്പെക്റ്റുകളിലുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന അല്ലെങ്കിൽ ഒരു UPSC മെയിൻസിന് വേണ്ടുന്ന ചില ഇൻപുട്ടുകൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് UAPA. എന്താണ് UAPA? Unlawful Activities Prevention Act. It was enacted in the year 1967. 1967 UAPA കൊണ്ടുവരികയും അതിനുശേഷം 2004-ലും 2008-ലും സബ്സിക്വന്റ് അമെൻമെന്റുകളും ഒരു ആന്റി ടെറർ ലോ ആയിട്ട് അമെൻമെന്റ് നടത്തുകയും ചെയ്യപ്പെട്ട ഒന്നാണ് UAPA എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2019-ൽ ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ ഒരു UAPA ലോയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇതൊരു ആന്റി ടെറർ ലോ ആയിട്ടാണ് ഇതിനെ ചിത്രീകരിക്കുകയും ഇതിനെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്താണ് ഈ ആന്റി ടെറർ ലോ എന്ന് പറഞ്ഞാൽ? അതായത് ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും സംഘടനകളോ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും എതിരെയുള്ള ശക്തമായിട്ടുള്ള നിലപാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോഫുൾ ആയിട്ടുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ പ്രതിരോധങ്ങളോ അല്ലാതെ ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള ചില സാഹചര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നു, അതിനെ വിമർശിക്കുന്നതിന് പകരം സംഘം ചേർന്ന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമാധാനം തകർക്കുകയും ഒരു അഖണ്ഡതയെ തകർക്കുകയും ചെയ്യുന്ന ചില നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ those acts will be treated as a terror activities. അത്തരത്തിലുള്ള ടെറർ ആക്ടിവിറ്റീസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? UAPA ഉപയോഗിക്കുന്നുണ്ട്. ഇത് 5 വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. 1967 സ്റ്റാർട്ട് ചെയ്തു. 2004, 2008 തുടങ്ങി 2019 വരെയുള്ള കാലഘട്ടങ്ങളിൽ പല പല മാറ്റങ്ങളും ഈ അമെൻമെന്റിന് അല്ലെങ്കിൽ ഈ പല പല മാറ്റങ്ങൾ അമെൻമെന്റുകൾ മൂലം ഈ UAPA കൊണ്ടുവരികയും ചെയ്തു. 2019 ഒരു സുപ്രധാന മാറ്റം ഈ ഒരു ഇതിലുണ്ടായി. നമുക്ക് അതിലേക്ക് വരാം. In order to deal with the terrorism-related crimes, it deviates from ordinary legal procedures and creates an exceptional regime where constitutional safeguard of the accused are curtailed. ഇതിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആയിട്ട് എടുത്തു പറയുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, whenever it deals with terrorism-related crimes, ടെററിസം റിലേറ്റഡ് ക്രൈംസിലേക്ക് പോകുമ്പോൾ ഒരു സാധാരണ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ലഭിക്കുന്ന മൗലികമായ അവകാശങ്ങളുടെ പരിരക്ഷ ആർക്ക് കിട്ടുന്നില്ല. ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നയാൾക്ക് ലഭിക്കുന്നില്ല. There's no such immunity of fundamental rights available for the person who got arrested with this terrorism related crimes. അത്തരത്തിലുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അല്ലെങ്കിൽ മൗലികമായ അവകാശങ്ങളെ കാർട്ടീൽ ചെയ്യുന്ന തലങ്ങളിലേക്കുള്ള ഒന്നാണ് UAPA എന്ന് പറയുന്നത്. That's why it is being predominantly used against the dissenters of any law in this country. ഈ രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന പല വിമർശകർക്കെതിരെയും ഇറാഷണലിയും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. എന്നാൽ റീസെന്റ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇതിപ്പോൾ ഉയർന്നു വരാനുണ്ടായ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലങ്ങളുമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലത്തിന് മുൻപ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ചില ആളുകൾക്ക് കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയതാണ് ഇപ്പോൾ ഈ UAPAക്ക് വളരെയധികം പ്രാധാന്യം ലഭിക്കാൻ കാരണം. Between 2016 and 2019, the period which UAPA figures have been published by National Crime Records Bureau, a total 4,231 FIRs were filed under various sections of UAPA, of which 112 cases and 112 cases have resulted in conviction as well. The frequent application of UAPA indicates that it often misused and abused like other anti-terror laws in the past, India such as POTA and TADA.
പലപ്പോഴും ഈ UAPA predominantly the government, the authorities are using against its for their dissenters. അത്തരത്തിലുള്ള ഒരു വിമർശകർക്കെതിരെ ഉപയോഗിക്കാനുള്ള ചില ആയുധമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് സംശയിക്കുന്നു. കാരണം പോട്ട അല്ലെങ്കിൽ ടാഡ പോലുള്ള പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്, പോട്ട, ടെററിസ്റ്റ് ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, ടാഡ തുടങ്ങിയ നിയമങ്ങൾക്ക് അനുസൃതമായി അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, വിമർശകർക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു വിമർശനമായിട്ട് എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടങ്ങളിൽ NCRB പറയുന്നു 4231 FIRs ആണ് പല ഘടകങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് നോക്കുകയാണെങ്കിൽ, ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഒരു മുന്നേറ്റമാണ് ഈ UAPA ഉണ്ടായിട്ടുള്ളതും എന്നതും വസ്തുതയാണ്. അപ്പം നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, ഈ UAPA സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം. In 2002, the repealing of Prevention of Terrorism and Terrorism Act, that is POTA, the UAPA was expanded to include aspects under terrorism through 2004 amendment. 2002 പോട്ട എന്ന നിയമം അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് ഡിലീറ്റ് ചെയ്യുന്നതിനൊപ്പം 2004 2 വർഷങ്ങൾക്ക് ശേഷം 2004 UAPA സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്യുകയാണ് ഗവൺമെന്റ് ചെയ്തത്. എന്താണ് ഈ 2004 വ്യത്യാസം എന്ന് പറയുന്നത്? ഇറ്റ് ആക്ച്വലി വാണ്ടഡ് ടു ഇൻക്ലൂഡ് ടെററിസം റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആസ് വെൽ. അതായത് ഇറ്റ് ആക്ച്വലി വാണ്ടഡ് ടു ഇൻക്ലൂഡ് ദ പ്രൊവിഷൻസ് അഗെയിൻസ്റ്റ് ടെററിസം റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ആക്ച്വലി അതാണ് ഇത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായിട്ട് കണക്കാക്കുന്നത്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, ടെററിസം ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്, ഉപയോഗിക്കണം എന്ന ഒരു എക്സ്റ്റൻഷനാണ് 2004 ഉണ്ടായത്. വർഷങ്ങൾ കഴിഞ്ഞു, 2012 എത്തി നിൽക്കുകയാണ്. 2012 വീണ്ടും ഒരു മാറ്റം ഉണ്ടാവുകയാണ് UAPA. എന്താണ്? UAPA amendment sought to bring the UAPA in line with various requirements of the Financial Action Task Force indulged in combating മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസം ഫൈനാൻസിങ്. എന്താണ് ഈ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഇക്കണോമിക്സിൽ കേട്ടിട്ടുണ്ട് ബ്ലാക്ക് മണി, വൈറ്റ് മണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഒരു ടേമുകൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനെ മണി ലോണ്ടറിങ്ങിനെ മറ്റൊരു ഈസി ആയിട്ട് നമുക്ക് നോക്കാം. ഈ ബ്ലാക്ക് മണി ജനറേഷൻ ഇല്ലാതെയാക്കുക. എങ്ങനെയാണ് ബ്ലാക്ക് മണി ജനറേഷൻ ഇല്ലാതെയാക്കുക എന്നുള്ളത്? അക്കൗണ്ടബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് മണി ജനറേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് മണിയിൽ നിന്നും വൈറ്റ് മണിയിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ മണി ലോണ്ടറിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മണി ലോണ്ടറിങ്ങിനെയും അല്ലെങ്കിൽ ടെററിസം ഫൈനാൻസിങ്ങിനെയും എന്തിനു ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് UAPA ഉൾപ്പെടുത്താനുണ്ട്. അതായത് പലപ്പോഴും ബ്ലാക്ക് മണി ജനറേഷൻ ഇറ്റ് ഈസ് ആക്ച്വലി for the development of terrorism funding as well. It bulges ടെററിസം ഫണ്ടിങ് എന്ന ബ്ലാക്ക് മണി എപ്പോഴും എന്താണ്, ഒരു ടെററിസം ഫണ്ടിങ്ങിനെ വളർത്തുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രോബ്ലമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇതിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ബ്ലാക്ക് മണി ജനറേഷനെ കൺട്രോൾ ചെയ്യുക എന്ന ഉദ്ദേശം എവിടെയുണ്ട്? 2012 അമെൻമെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ദാറ്റ് മീൻസ് ദ അമെൻമെന്റ് sought to bring UAPA under the ambit of മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻസ് ആസ് വെൽ. അപ്പൊ ഈ മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻസ് അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് ആക്ടിവിറ്റീസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ഒരു മാറ്റം എവിടെ UAPA കൊണ്ടുവരാൻ ശ്രമിച്ചു. In 2013, it extended a ban on unlawful organization to 5 years from the previous 2 years. 2013 എന്താണ് ചെയ്തത്? ഏതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ they try to work against the principle India, അതിനെതിരെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനെ ബാൻ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ 1967 മുതൽ 2013 വരെയുള്ള കാലഘട്ടങ്ങളിൽ ബാൻ ചെയ്യുന്നത് 2 വർഷത്തേക്കായിരുന്നു എങ്കിൽ പിൽക്കാലത്ത് 2013 ശേഷം എന്താക്കി മാറ്റി? 5 വർഷത്തേക്ക് എന്താക്കി മാറ്റുന്നു? ഈ ഒരു ബാൻ അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തുക എന്ന ഒരു സാധ്യത നൽകി അല്ലെങ്കിൽ അധികാരം നൽകി എന്നുള്ളതാണ് 2013 അമെൻമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ 2019 പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, it amended section 35 of UAPA.
എന്താണ് സെക്ഷൻ 35 പറഞ്ഞത്? ഈ സെക്ഷൻ 35 it allows government to categorize individuals as terrorists. അല്ലെങ്കിൽ ഒരു 2019 മാറ്റമാണ്. It act amended to empower the government to designate individual as terrorists. ഈ പ്രധാനപ്പെട്ട ചേഞ്ച് എവിടെയാണ് കണ്ടത്? സെക്ഷൻ 35 ഓഫ് UAPA. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഈ ഒരു സാധ്യതയിലേക്ക് നമുക്ക് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ 2004, 2012, 2013, 2019 മാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ UAPA അല്ലെങ്കിൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിവിറ്റീസിന്റെ ഒരു അല്ലെങ്കിൽ അൺലോഫുൾ ആക്ട്സ് പ്രിവെൻഷൻ ആക്ടിന്റെ സ്കോപ്പ് ഓരോ വർഷം കഴിയുന്തോറും എക്സ്പാൻഡ് ചെയ്തു വരികയാണ്. ഈ ഒരു സാഹചര്യം പലപ്പോഴും പല മേഖലകളിലേക്കും, അല്ലെങ്കിൽ ഒന്ന് ബ്ലാക്ക് മണിയിലേക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടും, അല്ലെങ്കിൽ പിൽക്കാലത്ത് വ്യക്തിയിലേക്കും വരെ UAPA കടന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്കോപ്പ് ഓരോ വർഷമായിട്ടും വളരുകയാണ് എന്ന ഒരു സാധ്യത കൂടി ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. Subsequent to above amendments, the scope of the law has expanded over the years. It now covers aspects such as punishment for terrorist acts and activities, acts threatening the country's security, including economic security, and provisions to prevent the use of funds for terrorist purpose, including money laundering. Now it became the main anti-terrorism law in India. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ചിലപ്പോൾ പ്രിലിമിനറിക്ക് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു പോയിന്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിന്റെ സ്കോപ്പ് എവിടെയൊക്കെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം ഒരു അൺലോഫുൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ടെററിസം മാത്രമാണെന്നുള്ളത്. അതിലേക്ക് എത്തിക്കുന്ന ടെറർ ഫണ്ടിങ്, ബ്ലാക്ക് മണി ജനറേഷൻ, ബ്ലാക്ക് മണി ലോണ്ടറിങ്, എന്താണ് എക്കണോമിക് സെക്യൂരിറ്റി, രാജ്യത്തിന്റെ ദേശസുരക്ഷ എല്ലാം ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു മാറ്റമാണ് UAPA 1967 നിന്ന് 2021 എത്തി നിൽക്കുമ്പോൾ മാറിയതും, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മേഖല എന്ന് പറയുന്നത്, ഒന്ന് ടെററിസ്റ്റ് ആക്ട് ആൻഡ് ആക്ടിവിറ്റീസ്, 2 ത്രെറ്റനിങ് കൺട്രി സെക്യൂരിറ്റി, രാജ്യസുരക്ഷ, ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ഇക്കണോമിക് സെക്യൂരിറ്റി, and provisions to prevent the use of funds for the terrorist purpose, including money laundering. ഇപ്പൊ മണി ലോണ്ടറിംഗ് ഉണ്ട്, 2 ടെററിസ്റ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടുകളുണ്ട്, 3 എക്കണോമിക് സെക്യൂരിറ്റി ഉണ്ട്, 4 കൺട്രി സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റി. അത്തരത്തിലുള്ള 5ഓളം വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളിൽ കവേർഡ് ആണ് എന്ത് ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മെയിൻ ആന്റി ടെററിസം ലോ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇതിനകത്ത് നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത്, ടെററിസ്റ്റ് ആക്ടിന്റെ ആണെങ്കിൽ പോലും ഇതിനൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് വളരെ വേഗമായിട്ട് പറയുന്ന ഒന്നാണ്. ഈ UAPA ടെററിസ്റ്റ് ആക്ടിലേക്കുള്ള ഡെഫിനേഷൻ വളരെ വേഗമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മറ്റൊരു സാധ്യതയായിട്ട് ചിന്തിക്കുമ്പോൾ, UNന്റെ സ്പെഷ്യൽ റെപ്പാർട്ടർ ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീഡംസ് വൈൽ കൗണ്ടറിംഗ് ടെററിസം. The definition is of a terrorist act under UAPA substantially differs from the definition promoted by United Nations. ഇവരുടെ അല്ലെങ്കിൽ UNന്റെ സ്പെഷ്യൽ റെപ്പാർട്ടർ കാരണം നമ്മളുടെ 3 പ്രധാനപ്പെട്ട എലിമെന്റുകളാണ് ഒരു ടെററിസ്റ്റ് ആക്ടിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന്, ഇറ്റ് മീൻസ് യൂസ്ഡ് must be deadly, മരണകരമായിട്ടുള്ളതായിരിക്കണം. 2, intent behind the act must be to cause fear amongst the population or to compel a government or international organization to do or refrain from doing something. അതായത് ഇതിന്റെ ഈ ആക്ഷന്റെ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒന്ന് പറയുന്നു മരണകരമായിരിക്കണം, 2 ജനങ്ങൾക്ക് ഭീതിയിലാഴ്ത്തുന്ന ഒന്നായിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനാഷണൽ ഓർഗനൈസേഷനെയോ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുവാനോ ഭീഷണിപ്പെടുത്തുന്ന ഒന്നായിരിക്കണം എന്ത് ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. 3, the aim must be further an ideological goal.
ഏതെങ്കിലും തരത്തിലുള്ള ഐഡിയോളജിയെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള ഐഡിയോളജികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നായിരിക്കണം. അപ്പൊ 3 കാര്യങ്ങളാണ് ഒരു ടെററിസ്റ്റ് ആക്ടിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന്, ഒരു ഡെഡ്ലി ആക്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. 2, ഏതെങ്കിലും ഒരു ആക്ഷന്റെ പുറകിലെ ലക്ഷ്യം എന്ത് എന്ന് പറയുന്നത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ ജനങ്ങളെ ഒരു ഫിയറിലേക്ക് എത്തിക്കുകയും ഗവൺമെന്റിനെയോ ഏതെങ്കിലും ഇന്റർനാഷണൽ ബോഡീസിനെയോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതാണ് തീവ്ര സ്വഭാവമുള്ള ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു തീരുമാനങ്ങളൊക്കെയും എന്താണ് ഈ ടെററിസ്റ്റ് ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് UAPA നമുക്ക് നൽകുന്നില്ല. UAPA on the other hand offers an overbroad and ambiguous definition as a terrorist act which includes the death of or injuries to any person, damage to any property, etc. അപ്പൊ ഇങ്ങനെ ഒരു ആംബിഗ്വസ് ആയിട്ടുള്ള ഒരു വേഗമായിട്ടുള്ള ഐഡിയ മാത്രമാണ് UAPA നമ്മളുടെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് ഇറ്റ് ഡിനൈസ് ബെയിൽ. ജാമ്യ അപേക്ഷകളെ ഇല്ലാതെ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇതിനെതിരെയാണ് ചില കേസുകൾ ഉണ്ടായതും ആ കേസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. Denial of bail. The major problem with the UAPA lies in its section 43 clause D subclause 5, which prevents the release of any accused person on bail if police have filed a charge sheet that there are reasonable grounds for believing that the accusation against such person is prima facie true. അതായത് പോലീസിന്റെ ചാർജ് ഷീറ്റിൽ അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു പ്രഥമ ദൃഷ്ടിയ ഒരു തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള ആളുകളിൽ ഒരാളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണ്, അത്തരത്തിൽ കുറ്റം ചാർത്തപ്പെട്ട ഒരാളാണെങ്കിൽ സെക്ഷൻ 43 ക്ലോസ് D ക്ലോസ് സബ് ക്ലോസ് 5 പറയുന്നു ഇറ്റ് ഡിനൈസ് ബെയിൽ. അത്തരത്തിലുള്ള ഒരു ബെയിലുകളിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏകദേശം 95.6% ആളുകൾ കേസുകളും എന്താണ് പെൻഡിങ് ആണ്. അതായത് ഏകദേശം 5% താഴെയുള്ള കേസുകൾക്ക് മാത്രമാണ് ഒരു വർഷം തീർപ്പാകുന്നുള്ളൂ. പല കാരണങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊരു സെഷൻ മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ ഈ 95.6% അല്ലെങ്കിൽ 5% താഴെ മാത്രം തീർപ്പുകൾ സംഭവിക്കുമ്പോൾ ഈ കേസുകളിൽ ഒരു അല്ലെങ്കിൽ വിചാരണ തടവുകാരനായിട്ട് ഒരു കുറ്റവും അല്ലെങ്കിൽ ഒരു ശിക്ഷയും അല്ലെങ്കിൽ കോടതി കുറ്റവാളിയാണ് എന്ന് ശിക്ഷ വിധിക്കുന്നതിനും വരെയുള്ള സമയങ്ങളിൽ ഇയാൾക്ക് എന്ത് കിട്ടുന്നില്ല, ഇയാൾ ജയിലിൽ തന്നെ തുടർന്നു അല്ലെങ്കിൽ ഒരു വിചാരണ തടവുകാരനായിട്ട് തുടർന്നു പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ദാറ്റ് വയലേറ്റ്സ് സർട്ടൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആസ് വെൽ. അല്ലെ, അത്തരത്തിലുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു വയലേഷൻ പലപ്പോഴും ഇവിടെ സംഭവിക്കാറുണ്ട്. ദാറ്റ്സ് വൈ സർട്ടൻ കേസസ് ഹാവ് കേം ഇൻ. എന്തൊക്കെയാണ് കേസുകൾ നമുക്ക് നോക്കുന്നതിന് മുൻപ്, എന്തൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്ന സാധ്യതകൾ എന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യങ്ങൾ നോക്കാനുണ്ട്. The effect of section 43 clause E clause sub clause 5 is that once the police elect to charge an individual under UAPA, it becomes extremely difficult for bail to be granted. Bail is a safeguard and guarantee of the constitutional right to liberty. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ പോലീസ് തീരുമാനിക്കുകയാണ് ഇദ്ദേഹമാണ് UAPA-യിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കുറ്റവാളിയാണ് എന്ന് തീരുമാനിച്ചാൽ സെക്ഷൻ 43D പറയുന്ന ഒരാളുടെ ആ വ്യക്തിയുടെ ലഭിക്കേണ്ടുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അല്ലെങ്കിൽ അവകാശമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെയിൽ എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ അതിനെക്കുറിച്ച് ഒരു അല്പം കൂടെ ടെക്നിക്കൽ സൈഡ് ആയതുകൊണ്ടും ബേസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻട്രൊഡക്ടറി നോളജ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പെറിഫറൽ നോളജ് എന്ന നിലയിൽ ഒരാൾക്ക് ബെയിൽ ലഭിക്കുക എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ ഒരു റൈറ്റ് ആയിട്ട് മാറാറുണ്ട്. ആ റൈറ്റ് ഡിനൈ ചെയ്യുന്ന ഒന്നാണ് സെക്ഷൻ 43 ക്ലോസ് D എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പെൻഡൻസി ഓഫ് കേസസ് ഈസ് അറൌണ്ട് above 95%, and hence it is not possible to get him on bail, so he'll have to continue as in jail for a longer time. ഒരു വിചാരണ തടവുകാരനായിട്ട് ജയിലിൽ കഴിയേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. Given the state of justice delivery system, the rate of pendency at the level of
trial is an average of 95.5%. This means that trials are completed every year is in less than 5% cases, signifying this reason for long years of under trial imprisonment. അതായത് വിചാരണ തടവുകാരനായിട്ട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു സാധ്യതയിലേക്കാണ് UAPA സെക്ഷൻ 45D ക്ലോസ് 5 നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇതിനെതിരെ ഉള്ള ഒരു സാഹചര്യങ്ങളാണ് ചില കേസുകളിലേക്ക് എത്തുന്നു. ഒരു സ്റ്റേറ്റ് ഓവർറീച്ച് എന്ന ഒരു സാഹചര്യം കൂടി ഡിസ്കസ് ചെയ്തതിനു ശേഷം വിൽ ഗെറ്റ് ഇൻടു ദ കേസസ് ആസ് വെൽ. State, it also includes any act that is likely to threaten or likely to strike terror in people, giving unbridled power to the government to brand any ordinary citizen or activist a terrorist without the actual commission of these acts. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ജനതയെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിസത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ പർട്ടിക്കുലർ അസോസിയേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം, ബ്രാൻഡ് ചെയ്യാം. എന്തായിട്ട് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ആണ് എന്ന് ബ്രാൻഡ് ചെയ്യാനും അദ്ദേഹത്തിനെതിരെ UAPA ചുമത്തുവാനും ആ UAPA പ്രകാരം ഇദ്ദേഹത്തെ കൂടുതൽ കാലങ്ങളിൽ ജയിലിൽ അടയ്ക്കുവാനുമുള്ള ഒരു സ്റ്റേറ്റ് ഓവറേജ് ഒരു മൊണാർക്കിന്റെ അധികാരത്തോടു കൂടി സ്റ്റേറ്റിന് പ്രവർത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലമായിട്ട് എടുത്തു പറയുന്നത്. ഇറ്റ് ഗീവ്സ് ദ സ്റ്റേറ്റ് അതോറിറ്റി വേഗ് പവേഴ്സ് ടു ഡിറ്റെയിൻ ആൻഡ് അറസ്റ്റ് ഇൻഡിവിജ്വൽ ഹു ഇറ്റ് ബിലീവ്സ് ടു ബി ഇൻഡൾജ് ഇൻ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയത്തിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള അവകാശം സ്റ്റേറ്റിന് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. Thus, the state gives itself more powers individual liberty guaranteed under the Article 21 of the Constitution of India. അവിടെയാണ് രണ്ട് പ്രധാനപ്പെട്ട കേസ്. ചില ആളുകൾ പറയുന്നുണ്ട് ഇറ്റ് അഗെയിൻസ്റ്റ് ഫെഡറലിസം ആസ് വെൽ. ഇതൊരു സെൻട്രൽ ആക്ട് ആണ്, അതുകൊണ്ട് തന്നെ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ചുമത്തുന്നു, അപ്പോൾ എന്താണ് ഇപ്പൊ സ്റ്റേറ്റ് പോലീസിന്റെ റെക്കഗ്നേഷൻ ഉണ്ടാവുന്നില്ല എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു. സോ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെഡറലിസം ആസ് വെൽ എന്നും ചില അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ഈ UAPA അമെന്റ്മെന്റുകൾ സംഭവിച്ചത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. ഓഗസ്റ്റ് 2, 2019 ഇതിന്റെ അമെന്റ്മെന്റുകൾ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ UAPA അമെന്റ്മെന്റ് ആക്ട് 2009 എത്തുന്നത് അല്ലെങ്കിൽ പാസ്സാവുന്നത് 2 ഓഗസ്റ്റ് 2019. 8-ാം തീയതി ആ മാസം 8-ാം തീയതി തന്നെ എന്ത് ചെയ്തു, 2019 പ്രസിഡന്റ് സൈൻ ഒപ്പുവെക്കുകയും ചെയ്തു. പ്രസിഡന്റ് അസെൻസ് ഈ ഒരു നിയമത്തിന് ലഭിച്ചു. ഇറ്റ് ബിക്കെയിം ആക്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് ഉണ്ടായത് എവിടെയായിരുന്നു? സെക്ഷൻ 35 ഓഫ് UAPA എന്തായിരുന്നു? ഇറ്റ് അലൗസ് ഗവൺമെന്റ് ടു കാറ്റഗറൈസ് പീപ്പിൾ ഓർ ഇൻ ഇൻഡിവിജ്വൽ ആസ് ടെററിസ്റ്റ്. നേരത്തെ എന്തായിരുന്നു, ഈ ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെയാണ് ഒരു ടെറർ ഗ്രൂപ്പായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ലേറ്റർ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? 2019 ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ ഒരു ഇൻഡിവിജ്വലിനെ എന്ത് ചെയ്യാം, ടെററിസ്റ്റ് ആയിട്ട് ഇൻഡിവിജ്വലിനെ ടെററിസ്റ്റ് ആക്കാൻ അല്ലെങ്കിൽ ടെററിസ്റ്റ് ആണ് എന്ന് ബ്രാൻഡ് ചെയ്യാൻ സ്റ്റേറ്റിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ആസ് ടെററിസ്റ്റ്. ഈ ഇൻഡിവിജ്വലിനെ ടെററിസ്റ്റ് ആക്കുമ്പോൾ ഇതിന്റെ മറ്റൊരു സാധ്യതയാണ് ഇറ്റ് ക്യാൻ വയലേറ്റ് ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 19 ആൻഡ് ആർട്ടിക്കിൾ 14. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പ്രധാനപ്പെട്ട കേസായിരുന്നു. ഒന്ന്, സജൽ സ്വാതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 2, അസോസിയേഷൻ ഓഫ് Protection for Civil Rights. Civil Rights versus Union of India case. ഓക്കെ, ഈ രണ്ട് കേസുകൾ മുന്നോട്ട് വരുന്നു.
ഇപ്പം ഈ രണ്ട് കേസുകളുടെയും സ്വഭാവം അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം ഒന്ന് തന്നെയാണ്. കാര്യം ഇൻഡിവിജ്വൽസിനെ ഒരു ഒരു ടെററിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഈവൻ ബിഫോർ ട്രയൽ, അതായത് ഒരു വിചാരണയ്ക്ക് മുൻപ് തന്നെ സ്റ്റേറ്റ് ആണ് തീരുമാനിക്കുന്നത് ഇദ്ദേഹം ടെററിസ്റ്റ് ആണ് എന്നുള്ള കാര്യം. അത് അങ്ങനെ തീരുമാനിക്കുമ്പോൾ എന്താണ്, ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനും ഡിറ്റെയിൻ ചെയ്യാനും സെക്ഷൻ 43 ക്ലോസ് 5 ക്ലോസ് ഡി പോലുള്ള ചില സാഹചര്യങ്ങൾ കൂടി എന്താണ് ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് ബെയിലുകൾ അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കുവാൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് കോടതിയെ നിർബന്ധിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ നിർബന്ധിക്കപ്പെടുമ്പോൾ എന്താണ്, ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്യപ്പെടുന്നു, ആർട്ടിക്കിൾ 19 വയലേറ്റ് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യപ്പെടുന്നു. ഈ 3 പ്രൊവിഷൻസ്, ഇതിനെ മൂന്നും നമ്മൾ ഗോൾഡൻ ട്രയാങ്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇത് മൂന്നും വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ ഡിലീറ്റ് ചെയ്യണം എന്നതാണ് ഇതിന്റെ ഒരു ആവശ്യമായിട്ട് ഇവർ എടുത്തു പറയുന്നത്. എന്നാൽ ഇതിന്റെ ഒരു ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്ന ഒന്നാണ് ദ ഡോക്ട്രിൻ ഓഫ് മാനിഫെസ്റ്റ്ലി ആർബിട്രറി ഒപ്പോസിഷൻ ടു റൈറ്റ് ടു ഇക്വാലിറ്റി. ഡോക്ട്രിൻ ഓഫ് മാനിഫെസ്റ്റ്ലി ആർബിട്രറി എന്ന് പറയുന്നത് ഏതെങ്കിലും നിയമം അല്ലെങ്കിൽ മൗലികമായ അവകാശങ്ങളെ അല്ലെങ്കിൽ a law is made without an adequate governing principle, അതായത് വേണ്ട രീതിയിലുള്ള ഗവർണിംഗ് പ്രിൻസിപ്പിൾസ് ഇല്ലാതെ ആർബിട്രറി ആയിട്ട് സ്റ്റേറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഏത് നിയമവും should be treated as a doctrine of manifestly arbitrary എന്നാണ്. Then it violates Article 14, 19 and 21 and hence it violates the rule of law, the basic structured doctrine of Constitution of India as well. So that we'll have to delete എന്നൊക്കെയാണ് ഇതിന്റെ ഒരു അവസ്ഥയായിട്ട് പറയുന്നത്. പക്ഷേ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ രാജ്യം നേരിടുന്ന ഒരുപാട് ഭീഷണികൾക്ക് എതിരെയുള്ള ഒരു ഉത്തരം തന്നെയാണ് എന്നും ചില ആളുകൾക്ക് ഇതിന് അഭിപ്രായവും ഉണ്ട്. അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് ജഡ്ജ്മെന്റ്. എന്നാൽ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് പല ആളുകൾക്കും അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന ചില ആളുകൾക്ക് ജാമ്യം നൽകിക്കൊണ്ട് കോടതി ഉത്തരവാകുകയും ചെയ്തു. ആൻഡ് ഹെൻസ് ഇറ്റ് ലിമിറ്റഡ് ദ സ്കോപ്പ് ഓഫ് UAPA. The court judgment notes that UAPA is meant to deal with terrorist offenses. Its application must be limited to acts that can reasonably fall within plausible understanding of terrorism. ഈ ഒരു സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, 5ഓളം വരുന്ന പോയിന്റുകളിൽ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി ആണ് എന്ന് നമ്മൾ ഡിസ്ക്രൈബ്, അല്ലെങ്കിൽ 5ഓളം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ 5ഓളം തലങ്ങളിലേക്ക് UAPAയുടെ എക്സ്റ്റൻഷൻ ഉണ്ട് എങ്കിൽ കോടതി പറയുന്നു എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ടെററിസം ആണ് എന്ന് മനസ്സിലാക്കാവുന്ന, ടെററിസം ആണ് എന്ന് തീരുമാനിക്കപ്പെടാവുന്ന, ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് അല്ലെങ്കിൽ മറ്റൊരു തലങ്ങളിലേക്ക് അല്ലാതെ അല്ലെങ്കിൽ ടെററിസം ആണ് എന്ന് തീരുമാനിക്കപ്പെടാവുന്ന കേസുകളിൽ മാത്രമാണ് ഈ ഒരു UAPA ആപ്ലിക്കബിൾ ആക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കോടതിയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ലിമിറ്റഡ് ദ സ്കോപ്പ് ഓഫ് UAPA എന്ന് വേണമെങ്കിൽ പറയാം. Confirming constitutional freedom. Earlier this year, Supreme Court in the Union of India versus K.A. Najib 2021 held that despite restrictions on bail UAPA, constitutional courts can still grant bail on the ground that fundamental rights of the accused have been violated. ഇതിനകത്ത് ഈ ഒരു കേസ് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ ഒരു UPSC പ്രിലിമിനറി ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു സാഹചര്യം, ഈ ചോദ്യം എന്ന് പറയുന്നത്. It confirmed the constitutional freedom. Even ഒരാളെ UAPA പ്രകാരം ഒരു വ്യക്തിക്ക് ജാമ്യം നിഷേധിക്കേണ്ട ബാധ്യത ഉണ്ടെങ്കിൽ പോലും എന്താണ് ഈ ജാമ്യ നിഷേധം എന്ന് പറയുന്നത് പലപ്പോഴും എന്ത് ചെയ്യാം, നമുക്ക് കോടതികൾക്ക്, കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതികൾക്ക് എന്ത് ചെയ്യാം, ഗ്രാന്റ് ചെയ്യാൻ പറ്റും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇഫ് ഹിസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കോംപ്രമൈസ്ഡ്, അദ്ദേഹത്തിന്റെ മൗലികമായ അവകാശങ്ങളെ നശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചില ഫ്രീഡം കൊടുക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം കോടതികൾക്കുണ്ട്. The court held that the rigors of UAPA bail restriction will melt down where there is no likelihood of trial being completed within a reasonable time. The Delhi High Court took this reasoning a step further, holding that it would not be desirable for court to wait till the accused rights to speedy trial are entirely validated before they set at liberty.
ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു UAPA സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള, പ്രിലിംസിനും മെയിൻസിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് UAPA. സോ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇതിന്റെ അപ്ഡേഷൻസ് ഫോളോ ചെയ്യാം. കേസുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കാൻ ശ്രദ്ധിക്കാം. That's all for the UAPA. Thank you all for being with us. Thank you. Have a great day.